സ്പെയിൻ ഫുട്ബോൾ ലോകത്തിന്റെ പുതിയ അധിപന്മാർ. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ എക്സ്ട്രാ ടൈമിലെ ഗോളിൽ വീഴ്ത്തിയാണ് സ്പെയിന്റെ കിരീടധാരണം. മത്സരത്തിൽ ഉടനീളം സമഗ്രാധിപത്യം പുലർത്തിയാണ് സ്പാനിഷ് ടീമിന്റെ ജയം. 93-ാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ മഞ്ഞക്കാട് കിട്ടി എൻസോ ഫെർണാണ്ടസ് പുറത്തായതോടുകൂടി 10 പേരുമായിട്ടാണ് അർജന്റീന മത്സരം പൂർത്തിയാക്കിയത്. അർഹിച്ച കരങ്ങളിലാണ് ലോക കിരീടമെത്തിയത്. കണ്ണീർ വാർക്കുന്ന മെസ്സിഹ സങ്കടക്കാഴ്ചയായെങ്കിലും വിശ്വം ജയിക്കാൻ കൂട്ടായ പ്രയത്നം മതിയായ തീരുവെന്ന് ബോധ്യപ്പെടുത്തി സ്പാനിഷ് പട. ഇനി സ്പെയിനിന്റെ ഭരണമാണ്, സ്പാനിഷ് റൂൾ. മെസ്സിഹ നിശബ്ദനായിരുന്നു ന്യൂജേഴ്സിയിൽ. മെസ്സിയെ നിശബ്ദനാക്കി എന്ന് പറയുന്നതാകും ഉചിതം. തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന മാന്ത്രികനെ തൊടാൻ വിടാതിരിക്കുക എന്ന ആദ്യ തന്ത്രം തന്നെ വിജയിപ്പിച്ചു സ്പെയിൻ. അലസമായ പാസുകൾ അർജന്റീനയ്ക്ക് വാരിക്കുഴി തീർത്തു. ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന്റെ 11 സേവുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നില്ല സ്കോർ കാർഡ്. മൂർച്ചയില്ലാത്ത സ്പാനിഷ് ആക്രമണവും അർജന്റീനയ്ക്ക് കരുതലായി. തന്ത്രങ്ങൾ കൊണ്ട് അമ്പരപ്പിക്കാറുള്ള ലയണൽ സ്കലോണി ഇത്തവണ നിരായുധനായിരുന്നു വെള്ളവരക്കരികിൽ. റോദ്രിയുടെ കാലുകളിൽ മെനഞ്ഞ നീക്കങ്ങളാൽ സ്പെയിൻ കാളക്കൂറ്റിനെ പോലെ പലവട്ടം അർജന്റീൻ ബോക്സിലേക്ക് എത്തിയെങ്കിലും ലക്ഷ്യം മാത്രം അകന്നു നിന്നു. അങ്ങനെ ഗോളില്ലാ കളി നിശ്ചിത സമയം പൂർത്തിയാക്കുന്നു എന്ന ഘട്ടത്തിൽ എൻസോ ഫെർണാണ്ടസിന് രണ്ടാമത്തെ മഞ്ഞക്കാട്. 10 പേരുമായി അർജന്റീന എക്സ്ട്രാ ടൈമിലേക്ക്. അധിക സമയത്തിന്റെ ആദ്യ പകുതി കടന്നെങ്കിലും 106-ാം മിനിറ്റിൽ അനിവാര്യമായ ആ ഗോളെത്തി. നിക്കോ വില്യംസിന്റെ ബാക്ക് ഹെഡറിൽ നിന്ന് ഫെറാൻ ടോറസ് ലോക കിരീടത്തിലേക്ക് ഒരു ഷോട്ട് തീർത്തു. പിന്നീടെല്ലാം ഔപചാരികത മാത്രം. 20 ഷോട്ടുകൾ എടുത്ത സ്പെയിന് മുന്നിൽ അർജന്റീനയ്ക്ക് അവകാശപ്പെടാൻ 2 എണ്ണം മാത്രം. 858 പാസുകൾ സ്പെയിൻ കൂട്ടിയിണക്കിയപ്പോൾ അർജന്റീന നടത്തിയത് 456 എണ്ണം മാത്രം. കയ്യാങ്കളിയിൽ തീർന്ന പോരിനൊടുവിൽ ഓർമ്മയിൽ നിലനിൽക്കുക സ്പാനിഷ് വിജയാഘോഷമാണ്. ലോക ഫൈനൽ തോൽക്കാത്ത സ്പെയിന് ഫുട്ബോൾ ലോകത്തിന്റെ കയ്യടികൾ. വെൽക്കം ഡെസ്ക് ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.